എവ്രിവൺ, വെൽക്കം ടു സൈക്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലേണിംഗിൽ മേജർ ആയിട്ട് വരുന്നിട്ടുള്ള കുറച്ച് തിയറീസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഞാൻ ഫസ്റ്റ് തന്നെ PPT-യിൽ ഈ ഒരു മാങ്ങയും അതേപോലെ തന്നെ ഉപ്പും മുളകുകളുടെ ഇമേജ് എന്തിനാ കൊടുത്തത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇറ്റ്സ് എ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. നമ്മൾ കണ്ടീഷൻഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ കണ്ടീഷൻഡ് ആണ് എന്നുള്ള കാണിക്കുന്നതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണത്. ഇപ്പം ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, നമ്മുടെ വായിൽ ചെറിയൊരു പുളി ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മാങ്ങയും ഉപ്പും മുളകും കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു ഫീൽ ആണോ ഉണ്ടാവുന്നത്, ആ ഒരു സെൻസേഷൻ നമുക്ക് എന്താ പറയാ ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് വിച്ച് മീൻസ് നമ്മൾ കണ്ടീഷൻഡ് ആണ്. അങ്ങനെ ഒരു സ്റ്റിമുലസ് നമുക്ക് റിയൽ ലൈഫിൽ പ്രസന്റ് അല്ലെങ്കിൽ കൂടെ ജസ്റ്റ് ആ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ സലേവേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താ പറയാ ഒരു പുളിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം വിച്ച് മീൻസ് നമ്മൾ കണ്ടീഷൻഡ് ആണ്. അതാണ് ബേസിക്കലി ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എന്താണ്, കോൺസെപ്റ്റ് എന്താണെന്ന് ഒന്നും കൂടെ എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവാൻ പാവ്ലോവ് ആണ്. അപ്പം ആ പേരെന്തായാലും ഓർത്തിരിക്കുക. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇക്വേറ്റ്സ് ടു ഇവാൻ പാവ്ലോവ്. അദ്ദേഹമാണ് ഈ ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവരികയും ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പെരിമെന്റ് നടത്തി ഈ ഒരു കോൺസെപ്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അദ്ദേഹം എന്താ പറയുക സൈക്കോളജി എന്ന് പറഞ്ഞൊരു ഫീൽഡിലുള്ള ആളല്ല. അദ്ദേഹം എന്താ പറയാ അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ എന്താ പറയാ വളരെ യാദൃശ്ചികമായി ഇങ്ങനെ ഒരു കാര്യം പഠിക്കുകയാണ് ചെയ്തത്. അതായത് അദ്ദേഹം ഡോഗ്സിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയാ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നോട്ടീസ് ചെയ്യും. പിന്നീട് ഒരു തിയറി ഒക്കെ ആയിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ് ഫോർമുലേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിനെ കൊണ്ടുവന്ന പൈനിയർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇവാൻ പാവ്ലോവ്. അപ്പൊ ആ നെയിം എന്തായാലും ഓർത്തിരിക്കുക. അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ ലേണിംഗ് ബൈ അസോസിയേഷൻ. അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നതിനാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുക. അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളോ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയാം. അതായത് ഇറ്റ്സ് എ ഫോം ഓഫ് ലേണിംഗ് വേർ വൺ സ്റ്റിമുലസ് ബിക്കംസ് എ സിഗ്നൽ ഓഫ് അനദർ സ്റ്റിമുലസ്. ഒരു സ്റ്റിമുലസ് വേറൊരു സ്റ്റിമുലസിന് വേണ്ടിയിട്ടുള്ള സിഗ്നൽ ആയിട്ട് മാറാം. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ മെയിൻ ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഓർഗാനിസം ലേണിംഗ് ചെയ്യണം. ഒരു കാര്യം പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ഷൻ ഫോം ചെയ്യുക. എന്ത് തമ്മിലാണ് കണക്ഷൻ ഫോം ചെയ്യുന്നത്? ഒരു ന്യൂട്രൽ സ്റ്റിമുലസും അതേപോലെ തന്നെ ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് തമ്മിൽ. അപ്പം ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് എന്താ പറയുക കുറച്ച് ടേംസ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. അതായത് ന്യൂട്രൽ സ്റ്റിമുലസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അങ്ങനത്തെ കുറച്ച് ടേംസ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സിമ്പിൾ ആണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിന്റെ ഒരു കോർ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഓർഗാനിസം കാര്യങ്ങൾ ലേൺ ചെയ്യാണ് ബൈ ഫോമിങ് എ കണക്ഷൻ ബിറ്റ്വീൻ ഒരു ന്യൂട്രൽ സ്റ്റിമുലസും അതേപോലെ തന്നെ ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും. ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു സ്റ്റിമുലസ്, അതായത് എന്താ പറയുക പ്രത്യേകിച്ച് എന്താ പറയുക അതിന് ഒരു ആ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്റ്റിമുലസിനെയാണ് നമ്മൾ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയാം. പക്ഷെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു റെസ്പോൺസ് എന്തായാലും ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടു, അതായത് നമ്മൾ നേരത്തെ എന്താ പറയാ ഇപ്പൊ ഇൻ കേസ് നമ്മുടെ മുന്നിൽ ഒരു പച്ചമാവ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമ്മളെ വായി നമുക്ക് പുളിക്കാൻ തുടങ്ങും, നമ്മൾ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. അത് നമ്മുടെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസും അതേപോലെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസും ആണ്. ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷന്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് വരുന്ന സമയത്ത് റെസ്പോൺസ് സെയിം റെസ്പോൺസ് ഉണ്ടാവും. അതായത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് വരുന്ന സെയിം റെസ്പോൺസ് ഒരു ന്യൂട്രൽ സ്റ്റിമുലസിന് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് വരുന്ന സമയത്തേ നമുക്ക് റെസ്പോൺസ് ഫോം ചെയ്യാൻ പറ്റുന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ മെയിൻ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് വഴി തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാം. അതാണ് കുറച്ചും കൂടി ഈസിയർ. അപ്പൊ അദ്ദേഹം എക്സ്പെരിമെന്റിൽ മെയിൻലി 3 ഫേസ് ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ബിഫോർ കണ്ടീഷനിങ്. ബിഫോർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് ഡോഗിനാണ് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ബിഫോർ കണ്ടീഷനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഫുഡ് കൊണ്ടുവന്നു. ഫുഡ് കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി എന്താ പറയാ ഡോഗ് സലൈവേറ്റ് ചെയ്യും അല്ലെ. ഡോഗ് സലൈവേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മാതിരിയല്ല, ഡോഗ് സലൈവേറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം അല്ലെ, കറക്റ്റ് നമുക്കത് വിസിബിൾ ആവും. കാരണം അതിങ്ങനെ സലൈവേറ്റ് ചെയ്യുന്നുണ്ടാവും, അവരുടെ നാവുന്നത് താഴ്ത്തുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഫുഡ് വരുന്ന സമയത്ത് സലൈവേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതായത് ഫുഡ് കൊണ്ടുവെക്കുന്ന അതൊരു ഓൾറെഡി ഉള്ളതാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസും അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് സലൈവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫുഡ് കൊണ്ടുവെക്കുന്നു, സലൈവേറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെയുള്ള ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒരു ബെല്ലാണ്. അതായത് ഒരു ബെല്ല് വെറുതെ അദ്ദേഹം ഒരു ബെല്ലിനെയും കൂടെ അവിടെ ആഡ് ചെയ്യാണ്. അത് ഒരു ബെല്ല് അടിച്ച സമയത്ത് എന്താ ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലെ, ബെല്ല് അടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഡോഗിന്റെ അടുത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. സോ നോ സലൈവേഷൻ.
ആൻഡ് നെക്സ്റ്റ് ഫേസ് ആണ് ഡ്യൂറിങ് കണ്ടീഷനിങ്. കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം അസോസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ ബെല്ലിനെയും ആ ഫുഡിനെയും അദ്ദേഹം ലിങ്ക് ചെയ്തു, അതിനെ ഒരുമിച്ച് കൊടുക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹം ആദ്യം ബെല്ലടിക്കും, എന്നിട്ട് ഫുഡ് കൊടുക്കും. അങ്ങനെ കുറെ പ്രാവശ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. അതായത് ഡോഗിന് ആദ്യം ബെല്ലടിക്കും, എന്നിട്ട് ഫുഡ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ കുറെ പ്രാവശ്യം അദ്ദേഹം പെയർ ചെയ്തു. കുറെ പ്രാവശ്യം പെയർ ചെയ്ത സമയത്ത് അതൊരു ലേണിംഗ് ആയി മാറും. അങ്ങനെ അതാണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. അതാണ് ആഫ്റ്റർ കണ്ടീഷനിങ്. ആഫ്റ്റർ കണ്ടീഷനിങ് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടീഷനിങ് സംഭവിച്ചു. അതായത് ആ ഡോഗ് അസോസിയേഷൻ വഴി ലേൺ ചെയ്ത് കഴിഞ്ഞു. അതായത് ബെല്ലടിക്കുന്ന സമയത്ത് ഫുഡ് വരും, ബെല്ലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഫുഡ് ഇപ്പൊ വരും, ഫുഡ് ഇപ്പൊ വരും എന്നുള്ള രീതി അൺകോൺഷ്യസ്ലി ആ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ബെല്ല് എന്ന് പറഞ്ഞത് അവിടെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി മാറി. ബെല്ലടിക്കുമ്പോൾ തന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവിടെ സലൈവേഷൻ എന്തായി, കണ്ടീഷൻഡ് റെസ്പോൺസ് ആയി മാറി. അപ്പൊ ഇതാണ് നമ്മുടെ പാവ്ലോവിന്റെ ഡോഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ അകത്ത് ഇപ്പൊ ഓരോ കാര്യം എന്താന്ന് അറിഞ്ഞിരിക്കൽ കുറച്ച് ഇമ്പോർട്ടന്റ്. അതായത് ഇപ്പം ഫുഡ് എന്താണ്, ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ്. അതിന്റെ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് സലൈവേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പെയർ ചെയ്യുന്ന ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണ്, ബെല്ലാണ്. അപ്പൊ ബെല്ല് എന്ന് പറഞ്ഞ ഒരു ന്യൂട്രൽ സ്റ്റിമുലസും ഫുഡുമായിട്ട് കുറെ പ്രാവശ്യം റിപ്പീറ്റഡ്ലി പെയർ ചെയ്ത സമയത്ത് കണ്ടീഷനിങ് സംഭവിച്ചു. അപ്പൊ കണ്ടീഷനിങ് സംഭവിച്ച സമയത്ത് ബെല്ലെന്ന് പറഞ്ഞത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി. ബെല്ലടിക്കുമ്പോൾ തന്നെ പിന്നെ ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈവൻ ദോ അവിടെ എന്താ പറയാ ഫുഡ് വരുമോ ഇല്ല എന്നൊന്നും ഡോഗിന് ഒരു നോളജ് ഒന്നുമില്ല. പക്ഷെ എന്നാൽ കൂടെ ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഡോഗ് അൺകോൺഷ്യസ്ലി സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് അവിടെ കണ്ടീഷനിങ് നടന്നു. അപ്പൊ അവിടെ സലൈവേഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആയി മാറി. ഒരു ഇമേജ് വഴി നമുക്ക് അത് ഓർത്തു വെക്കാം. ഇപ്പം ഇവിടെ അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇവിടെ. അതായത് ഈ ഡോഗ് ഫുഡ് കാണുന്ന സമയത്ത്, ഫുഡായിട്ടുള്ള അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കാണുന്ന സമയത്ത് സലൈവേറ്റ് ചെയ്യുന്നു. അപ്പൊ സലൈവേഷൻ എന്ന് പറയുന്നത് എന്താ, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, അതെ ഇതേപോലെ ആ ന്യൂട്രൽ സ്റ്റിമുലസ് കാണിച്ച സമയത്ത് എന്താ, ഡോഗിന്റെ അടുത്ത് യാതൊരു രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതായത് ഡോഗ് അതിനോടൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഡ്യൂറിങ് കണ്ടീഷനിങ്. ആ കണ്ടീഷനിങ്ങിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്തതെന്നാണ്. അതായത് ആദ്യം അദ്ദേഹം ബെല്ലടിച്ചു, എന്നിട്ട് ഫുഡ് കൊടുത്തു. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടുള്ള സലൈവേഷൻ നടന്നു. അങ്ങനെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത സമയത്ത് എന്താ, കണ്ടീഷനിങ് സംഭവിച്ചു. കണ്ടീഷനിങ് ചെയ്ത സമയത്ത് ബെല്ലടിക്കുന്ന സമയത്ത് തന്നെ, അതായത് ബെല്ല് എന്ന് പറയുന്നത് അവിടെ ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി മാറി. ബെല്ലടിക്കുമ്പോൾ തന്നെ എന്താ, ഡോഗ് സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഓരോ കാര്യങ്ങളും എന്താന്ന് ഓർത്ത് വെക്കുക. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ്, ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണ്. സിമ്പിൾ ആണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഫുഡാണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗിന്റെ സലൈവേഷൻ ആണ്. ആൻഡ് ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണ് ആഡ് ചെയ്യുന്നത്, ബെല്ലാണ് ഇവാൻ പാവ്ലോവ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അത് കുറെ പ്രാവശ്യം പെയർ ചെയ്ത സമയത്ത് അവിടെ ബെല്ല് എന്നുള്ളത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി. പിന്നെ അതിന് റിയാക്ഷൻ ആയിട്ട് എന്താ, സലൈവേഷൻ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ആയി. അപ്പൊ ഇതാണ് ഇവാൻ പാവ്ലോവിന്റെ ഡോഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസും കൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ പറഞ്ഞു, ഇപ്പം ഇത് ആനിമൽസിലാണ് ഈ ഒരു സ്റ്റഡി നടന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷൻ നമ്മുടെ ലൈഫിൽ കുറെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളും ഇതേപോലെ ബെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ നിന്ന് ഇതേപോലെ ഒരു വിശപ്പും അതേപോലെ തന്നെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു കാളലൊക്കെ നമുക്ക് തോന്നും അല്ലെ. അതായത് നമ്മൾ സ്കൂൾ ടൈമിൽ ലഞ്ച് ബ്രേക്കിനുള്ള ഒരു ബെല്ലടിച്ചാലാണ്, മോസ്റ്റ്ലി എല്ലാ സ്കൂളിലും ഉണ്ടാവും, ബെല്ലടിച്ചാലാണ് നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പൊ ആ ഒരു ബെല്ല് കേൾക്കുന്ന സമയത്ത് തന്നെ എന്താ പറയാ, നമ്മുടെ വയറ്റിൽ നിന്ന് ഒരു ഒച്ചപ്പാടും ബഹളവും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരും. അപ്പൊ അതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ഇപ്പൊ കറന്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അതായത് നമ്മുടെ ഫോണ് ഒരു നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ ഫോൺ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോൺ എവിടെയാണോ നമ്മൾ യൂഷ്വലി വെക്കുന്നത് ആ ഒരു പോക്കറ്റിലോട്ട് നമ്മൾ കൈ പോവുക. അതായത് നമുക്കതൊരു കണ്ടീഷന്റെ റെസ്പോൺസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇൻ കേസ് ചിലപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ഫോണൊന്നും കൂടെ അയക്കില്ല, പക്ഷെ ആ ഒരു സൗണ്ട് നമുക്ക് ഫെമിലിയർ ആണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്ത് നോക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൈ കൊണ്ടുപോകും. അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇങ്ങനെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിളും നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഈസിയർ ആയിരിക്കും. അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് ബേസിക്കലി വരുന്നത്. അപ്പം അതും കൂടെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്യൂസിഷൻ ആണ്. അക്യൂസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിലെ കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കൂടെ പെയർ ചെയ്യുന്ന സമയം, അതായത് ഇപ്പം പാവ്ലോവിന്റെ എക്സ്പെരിമെന്റിലാണെങ്കിൽ ആ ഒരു ബെല്ലും ഫുഡും പെയർ ചെയ്യുന്ന ആ ഒരു സമയത്താണ്, അതാണ് ലേണിംഗിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അക്യൂസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് എക്സ്റ്റൻഷൻ.
എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് സംഭവിച്ചു, ലേണിംഗ് സംഭവിച്ചു, പിന്നെ അത് എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത്, അതായത് അത് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്നുള്ളൊരു പീരീഡ് പറയുന്നത്. എക്സ്റ്റൻഷൻ എപ്പോഴാണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാതെ, കണ്ടീഷൻഡ് സ്റ്റിമുലസ് റിപ്പീറ്റഡ്ലി അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇല്ലാണ്ട് കുറെ പ്രാവശ്യം കൊടുത്തു. അങ്ങനെ ആവുമ്പോൾ എന്താ പറയാ ആ ഒരു ലേണിംഗ് അവിടെ എന്താ പറയാ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറെ പ്രാവശ്യം ഇങ്ങനെ കണ്ടീഷനിങ് ഒക്കെ ചെയ്തതിനു ശേഷം കുറെ പ്രാവശ്യം നമ്മൾ ബെല്ലടിച്ചു പക്ഷെ ഫുഡ് കൊടുത്തില്ല, ബെല്ലടിച്ചു ഫുഡ് കൊടുത്തില്ല, അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താ പിന്നെ ബെല്ലടിക്കുമ്പം ഡോഗ് വിൽ സ്റ്റോപ്പ് സെലൈവേറ്റിംഗ്. കാരണം ഡോഗിന് മനസ്സിലാവും ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഇനി ഫുഡ് കിട്ടില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എക്സ്റ്റൻഷൻ ആണ് സംഭവിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് റീകണ്ടീഷനിങ്. റീകണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് പിന്നെയും അവരെ കണ്ടീഷനിങ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ കുറെ പ്രാവശ്യം ബെല്ലടിച്ചു പക്ഷെ ഫുഡ് കൊടുത്തില്ല, പക്ഷെ പിന്നീട് ബെല്ലടിച്ചു ഫുഡ് കൊടുത്തു, ബെല്ലടിച്ചു ഫുഡ് കൊടുത്തു, അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ലേണിംഗ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ആ ഒരു കണ്ടീഷൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് റീകണ്ടീഷനിങ്, അതായത് തിരിച്ച് കണ്ടീഷൻ ചെയ്യാം. ഇതേപോലെ ഇവിടെ പറയുന്നത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ഇസ് അഗെയിൻ പെയർഡ് വിത്ത് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഇപ്പം അതായത് ബെല്ലടിച്ചു പിന്നെയും ഫുഡ് കൊടുത്തു, അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഡോഗ് പിന്നെയും സെലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ആ ക്വിക്ലി ആ ഒരു ലേണിംഗ് തിരിച്ചു വരിക, ആ ഒരു കണ്ടീഷനിങ് തിരിച്ചു വരിക, അതിനെയാണ് റീകണ്ടീഷനിങ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സ്പോണ്ടേനിയസ് റിക്കവറി. ഇപ്പൊ സ്പോണ്ടേനിയസ് റിക്കവറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സ്റ്റൻഷൻ സംഭവിച്ചു, ആ ഒരു എന്താ പറയാ കണ്ടീഷനിങ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു, എന്നാൽ കൂടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ബെല്ലടിക്കുന്ന സമയത്ത് ഡോഗ് സെലൈവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് പെട്ടെന്ന് ആ കണ്ടീഷൻഡ് സ്റ്റിമുലസ് വരുന്ന സമയത്ത് അത് കണ്ടീഷന്റെ റെസ്പോൺസ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ആ ഒരു സാധനം കണ്ടീഷനിങ് എന്താ പറയുക റിക്കവറി ആയിട്ട് അത് എക്സ്പ്രസ് ആവുക. നെക്സ്റ്റ് വൺ ആണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ. സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം കണ്ടീഷൻ ചെയ്തു, ആ കണ്ടീഷൻ ചെയ്ത ഒരു സ്റ്റിമുലസിനോട് സിമിലർ ആയിട്ടുള്ള എന്തൊരു സ്റ്റിമുലസ് വന്നാലും സെയിം റെസ്പോൺസ് കാണിക്കുന്നതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ഡോഗ് അപ്പൊ ബെല്ലായിട്ടാണ് നമ്മൾ അതിനെ പെയർ ചെയ്തല്ലേ, അപ്പൊ ബെല്ലടിക്കുന്ന സമയത്ത് ഡോഗ് സെലൈവേറ്റ് ചെയ്യുന്നു, അതാണ് നമ്മുടെ കണ്ടീഷനിങ്. അപ്പൊ ഈ ഡോഗ് ആണെങ്കിൽ ഏത് ബെല്ല് കേട്ടാലും സെലൈവേറ്റ് ചെയ്യും. ഇൻ കേസ് ആ വീടിന്റെ ഡോർ ബെല്ല് കേട്ടാൽ കൂടെ സെലൈവേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് എല്ലാ ബെല്ല് കേട്ടാലും ഏത് ബെല്ല് കേട്ടാലും ഓക്കെ ഇത് കഴിഞ്ഞ് എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ള രീതിയിൽ അത് സെലൈവേറ്റ് ചെയ്യുക. അപ്പൊ സ്റ്റിമുലസിനെ അത് ജനറലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷന്റെ സ്റ്റിമുലസിനോട് നമുക്ക് എന്താ പറയുക കണ്ടീഷന്റെ സ്റ്റിമുലസിനോട് മാത്രം റെസ്പോണ്ട് ചെയ്യുക, ബാക്കിയുള്ളതിനെ ഇഗ്നോർ ചെയ്യുക. ഇപ്പം ഡോഗ് ആണെങ്കിൽ പാവ്ലോവ് അടിക്കുന്ന ആ ബെല്ലിനോട് മാത്രം സെലൈവേറ്റ് ചെയ്യുക, ബാക്കി ബെല്ലിനൊന്നും അത് എന്താ പറയാ നോട്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പാവ്ലോവിന്റെ ആ ഒരു ബെല്ലിനോട് മാത്രമാണ് ഡോഗ് റെസ്പോൺസ് ആയിട്ട് ഡോഗ് സെലൈവേറ്റ് ചെയ്യുന്നത്. അതാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ഇപ്പം ഇതിന് നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞത് വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പം നമ്മൾ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്തു നോക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഫോണിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആപ്പിന്റെ ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ എന്താ നമുക്കറിയാം. അപ്പൊ ആ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോൾ മാത്രം നമ്മൾ എന്താ പറയാ ഫോൺ എടുത്തു നോക്കുക. അതാണ് ഒരു സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. ആ ഒരു ബാക്കിയുള്ള നോയ്സ് ഒന്നും അല്ല, ഈ ഒരു സ്പെസിഫിക് സ്റ്റിമുലസ് വരുമ്പോൾ മാത്രം നമ്മൾ ഫോൺ എടുത്തു നോക്കുന്ന ഒരു റെസ്പോൺസ് കാണിക്കാം. അത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഉള്ളതാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ്. അതായത് മോർ ദാൻ വൺസ് നമ്മൾ കണ്ടീഷനിങ് ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷന്റെ സ്റ്റിമുലസിന്റെ കൂടെ വേറൊരു ന്യൂട്രൽ സ്റ്റിമുലസും കൂടെ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നതിനാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ബെല്ല് വെച്ചിട്ടാണ് ഇവിടെ പെയർ ചെയ്തത്, ആ ബെല്ലിന്റെ കൂടെ ഒരു ലൈറ്റും കൂടെ പെയർ ചെയ്യുക. അതായത് ലൈറ്റ് കാണിച്ച് ബെല്ലടിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ഡോഗ് സെലൈവേറ്റ് ചെയ്യാൻ പഠിക്കും. പിന്നീട് ഇതിങ്ങനെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് കാണുമ്പോൾ തന്നെ എന്താ ഡോഗ് സെലൈവേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷന്റെ സ്റ്റിമുലസിന്റെ കൂടെ എന്താ പറയുക വേറെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് അതും ഒരു കണ്ടീഷന്റെ സ്റ്റിമുലസ് ആയിട്ട് മാറ്റാം. അതാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ്. മോർ ദാൻ വൺ സ്റ്റിമുലസ് കണ്ടീഷൻ ചെയ്യുന്നതിനാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയാം. ഇനി ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലുള്ള കോൺസെപ്റ്റിൽ തന്നെ ഒരു ഹ്യൂമൻ ബേബിയിൽ നടന്ന എക്സ്പെരിമെന്റ് ആണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അത് പേര് പോലെ തന്നെ ആൽബർട്ടിനായിരുന്നു ആ കുഞ്ഞിന്റെ പേര്. ആ കുഞ്ഞിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. ജോൺ ബി വാട്സൺ ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്.
ആൻഡ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ആ കുട്ടിയിൽ ഫിയറിനെ കണ്ടീഷൻ ചെയ്യാൻ അദ്ദേഹം ചെയ്തത്. എത്തിക്കലി ഇതിന് ഈ ഒരു എക്സ്പെരിമെന്റിന് ഒരുപാട് എന്താ പറയാ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടെ ഇതിന്റെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആണ്. നേരത്തെ ഡോഗിലാണ് നടത്തിയിട്ടുള്ളത്, ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബേബിയിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ ചെറിയ കുട്ടിക്ക് ഒരു വൈറ്റ് റാറ്റിനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ വൈറ്റ് റാറ്റ് ആണ് ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ. ഈ വൈറ്റ് റാറ്റിനെ എപ്പൊക്കെ കാണിക്കുന്നു അപ്പൊക്കെ അദ്ദേഹം ഒരു ലൗഡ് നോയ്സും കൂടെ അതിന്റെ കൂടെ പെയർ ചെയ്യും. ഒബ്വിയസ്ലി ഈ ലൗഡ് നോയ്സ് കേൾക്കുമ്പോൾ എന്താ, കുട്ടി പേടിക്കും, കുട്ടി കരയാൻ തുടങ്ങും. ഇങ്ങനെ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താ, വൈറ്റ് റാറ്റ് ആണ്. ഈ വൈറ്റ് റാറ്റിന്റെ കൂടെ എന്താ, ലൗഡ് നോയ്സ് ആണ് പെയർ ചെയ്തത്. ഈ ഒരു ലൗഡ് നോയ്സ് എന്ന് പറയുന്നത് അവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഒബ്വിയസ്ലി ലൗഡ് നോയ്സ് കേൾക്കുമ്പോൾ എന്താ, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ട് കുട്ടി പേടിക്കും, കുട്ടി കരയാൻ തുടങ്ങും. ഇങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ റാറ്റ് ഒരു കണ്ടീഷന്റെ സ്റ്റിമുലസ് ആയിട്ട് മാറി. അതായത് പിന്നീട് ആ ഒരു ലൗഡ് സൗണ്ട് ഇല്ലെങ്കിൽ കൂടെ ആ റാറ്റിനെ കാണുമ്പോൾ തന്നെ കുട്ടി കരയാൻ തുടങ്ങി, അല്ലെങ്കിൽ കുട്ടി പേടിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഫിയർ എന്നുള്ളത് ഒരു കണ്ടീഷന്റെ റെസ്പോൺസ് ആയിട്ട് മാറി. ഇതാണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഡോഗിൽ നടന്നിട്ടുള്ള സ്റ്റഡി ഹ്യൂമൻ ബേബിയിൽ ആണ് ജോൺ ബി വാട്സൺ ഈ ഒരു സ്റ്റഡി നടത്തിയത്. ആൻഡ് ഇതിൽ നമുക്ക് സ്റ്റിമുലസ് ജനറലൈസേഷൻ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും. അതായത് ഈ കുട്ടി വൈറ്റ് റാറ്റ്സിനെ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. പക്ഷെ ഈ കുട്ടി പിന്നീട് വൈറ്റ് കളറിലുള്ള ഒരു കുറച്ച് ഫറി ആയിട്ടുള്ള, റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് രോമൊക്കെ ഉള്ളതായതുകൊണ്ട് വൈറ്റ് കളറിൽ ഫറി ആയിട്ടുള്ള എന്ത് സാധനം കണ്ടാലും പിന്നെ ഈ കുട്ടിക്ക് പേടി വരാനും അതേപോലെ തന്നെ കുട്ടി കരയാനും തുടങ്ങി. അതായത് കുട്ടി സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ് അവിടെ ചെയ്തത്. അതായത് ആ റാറ്റിനെ മാത്രമല്ല, ഈവൻ ഒരു വൈറ്റ് കളറിൽ കുറച്ച് ഫറി ആയിട്ടുള്ള ടെഡി ബെയർ കാണിച്ച കൂടെ കുട്ടി കരയാൻ തുടങ്ങി. അപ്പൊ ഇവിടെ സ്റ്റിമുലസ് ജനറലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതാണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, അത് ചെയ്തിട്ടുള്ളത് ജോൺ ബി വാട്സൺ ആണ്. പക്ഷേ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് ഇവാൻ പാവ്ലോവ് ആണ് ഇൻ ഡോഗ്സ്. ആൻഡ് ഇത് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ഒരു ഹ്യൂമൻ ബേബിയിൽ ജോൺ ബി വാട്സൺ നടത്തിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. ഇത് മാർട്ടിൻ സെലിഗ്മൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇത് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു എക്സ്പെരിമെന്റ് വഴിയാണ്. എല്ലാം ലേണിങ്ങിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ എക്സ്പെരിമെന്റ് വഴിയാണ് നമ്മൾ എന്താ പറയുക കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എക്സ്പെരിമെന്റ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് എക്സ്പെരിമെന്റിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഡോഗിനെ രണ്ട് മൂന്ന് ഗ്രൂപ്പ്സ് ആക്കിയിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഒരു ബോക്സിന്റെ അകത്തിട്ടു. ആ ബോക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡിൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഒരു സൈഡിൽ ഇതേപോലെ നിലത്ത്, അതായത് ഫ്ലോറിൽ ഷോക്ക് ഉണ്ടാവും, പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഷോക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു യെല്ലോ കളറിൽ കാണുന്ന ഒരു ലെവർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷോക്ക് റിമൂവ് ചെയ്തിട്ട് ഡോഗിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിലെ ഡോഗിന് കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡോഗിനാണെങ്കിൽ പിന്നെ ഷോക്ക് എന്തായാലും അനുഭവിക്കണം. ആ ലെവർ പ്രസ് ചെയ്താലും ഷോക്ക് റിമൂവ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഫസ്റ്റത്തെ ഗ്രൂപ്പിലുള്ള ഡോഗ് ആണെങ്കിൽ ആ ഡോഗിന് മനസ്സിലായി, കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 ട്രൈ കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഓക്കെ ലെവർ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് സ്റ്റോപ്പ് ആവും, അപ്പൊ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തെല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ മറ്റേ ഗ്രൂപ്പിലുള്ള അവർക്ക് എന്ന് വെച്ചാൽ അവർ ഇതേപോലെ ട്രൈ ചെയ്തു, പക്ഷെ എന്താ പറയുക ഷോക്ക് മാറുന്നില്ല. അങ്ങനെ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും എന്താ പറയുക യാതൊരു രീതിയിലുള്ള ഔട്ട്കം വരുന്നത്, അതായത് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം വരുന്നില്ല, അത് ഡോഗിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് എന്താ അത് ലേൺ ചെയ്തു. പിന്നീട് നെക്സ്റ്റ് സിറ്റുവേഷൻ ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ആ ഡോഗിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഡോഗിന്റെ ആ ഒരു അവിടെയും ലെവർ വെച്ചു കൊടുത്തു. അതായത് ആ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിന് ലെവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് റിമൂവ് ചെയ്തിട്ട് ആ ഒരു ബോക്സിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളൊരു രീതിയിൽ ആ സെറ്റപ്പ് ആക്കി. പക്ഷെ ആ ഡോഗ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത്രയും എന്താ പറയുക ട്രൈ ചെയ്തു, ഇത്രയും അറ്റംപ്റ്റ്സ് നടത്തി, പക്ഷെ എന്താ പറയുക ഷോക്കിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. അപ്പൊ ഇനി എന്തായാലും ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്നുള്ള രീതിയിൽ എന്താ പറയാ അത് ലേൺ ചെയ്ത് ഈ ഫർദർ ആയിട്ട് യാതൊരു ആക്ഷനും എടുത്തില്ല. അങ്ങനെ അതെന്താ പറയാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു ട്രൈയും നടത്തിയിട്ടില്ല. അതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റിലോട്ട് നയിച്ചിട്ടുള്ളത്. അതായത് ഒരുപാട് അറ്റംപ്റ്റ്സ് നടത്തി, അതിലൊക്കെ ഫെയിലായി. അപ്പൊ എന്താ പറയാ ഫർദർ ആയിട്ട് നമ്മളൊരു ആക്ഷൻ എടുക്കാൻ റെഡി ആവാണ്ടിരിക്കുക, അതായത് നമ്മൾ എന്താ പറയാ ഫർദർ ആയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കാതിരിക്കുക, ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പം സൈക്കോളജിയിലാണെങ്കിൽ നമ്മൾ ഡിപ്രഷന്റെ കേസ് ഒക്കെ പറയുമ്പോൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് വരും. അതായത് കൂടുതലും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഡിപ്രഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരിൽ നമുക്ക് ഈ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് കാണാൻ പറ്റും.
അതായത് അവരോട് ഇപ്പം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യമായിരിക്കും, അതായത് എനിക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും എന്റെ കൺട്രോളിലല്ല, എനിക്ക് ഇനി ഫർദർ ആയിട്ട് എന്താ പറയുക നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കില്ല, അവർക്ക് യാതൊരു ഹോപ്പും ഉണ്ടാവില്ല. അപ്പൊ അത് ഭയങ്കര എന്താ പറയാ, ഞാൻ ഹെൽപ്ലെസ് ആണ്, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഉണ്ടാവും, അവരിൽ ഡെവലപ്പ് ആവും. അപ്പൊ അത് ഡിപ്രഷൻ എന്താ പറയുക ഒരു ഇംപ്രൂവ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ, അല്ലെങ്കിൽ ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ കൂട്ടുന്ന ഒരു ഫാക്ടറായിട്ട് ലേൺഡ് ഹെൽപ്ലെസ്നെസ് വരും. അപ്പൊ ഇതും നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഡോഗ് കണ്ടീഷൻഡ് ആയി പോവാണ്, ഞാൻ എത്ര ചെയ്തിട്ടും എനിക്ക് എന്താ പറയാ സക്സസ് ആവാൻ പറ്റുന്നില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇല്ല എന്നുള്ളൊരു സാധനം ആള് ലേൺ ചെയ്തു. ഓക്കെ, ഞാൻ ഹെൽപ്ലെസ് ആണെന്നുള്ള രീതിയിൽ അത് ലേൺ ചെയ്യുന്നതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. അപ്പം ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നത് ഇവാൻ പാവ്ലോവ് ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഡോഗിന്റെ എക്സ്പെരിമെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് ജസ്റ്റ് ഇതേപോലെ തന്നെ പിക്ചോറിയൽ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഈസിയർ നമുക്ക് ഈ കോൺസെപ്റ്റ് എന്താ പറയുക മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പം ലേണിംഗിന്റെ ബാക്കി തിയറീസ് നമുക്കിനി നെക്സ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് ഇവാൻ പാവ്ലോവിനെയാണ് ഓർത്ത് വെക്കേണ്ടത്, ആൻഡ് അദ്ദേഹത്തിന്റെ ഡോഗിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്. ആൻഡ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് വാസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അത് ചെയ്തിട്ടുള്ളത് JB വാട്സൺ ആണ്. പിന്നെ ഇതിന് റിലേറ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അതൊക്കെ എന്താ പറയുക ഒരു റിലേറ്റ് ചെയ്ത് ഓർത്ത് വെക്കാൻ നമ്മുടെ റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് എന്താ പറയുക എക്സാമ്പിൾസും ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസിയർ ആയിരിക്കും. സോ ബാക്കിയുള്ള ലേണിംഗിന്റെ തിയറീസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.